ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും വിശപ്പ് എന്ന് പറയുന്നത് ചിലരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടാവും അല്ലേ. അത് അവരുടെ വിൽ പവറിൻ്റെ പ്രശ്നം മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ അത് അവർക്ക് ഡയബറ്റിസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനുള്ളൊരു ചാൻസ് വരുന്നതിൻ്റെതോ അങ്ങനെ എന്തോ ആവാം. പക്ഷേ ഡയബറ്റിസിനുള്ളൊരു ചാൻസ് ആണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവുന്നത്, നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡയബറ്റിസ് വരാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസിൽ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണിതെന്ന് നോക്കാം. ഇത് നമുക്ക് സാധാരണയായി ഒരു ടൈമിൽ വരുന്നൊരു വിശപ്പല്ല, പകരം ഇതിനെ നമുക്ക് ഫാൾസ് ഹങ്കർ എന്ന് വിളിക്കാം. അതായത് ഒരു തെറ്റായ, നമുക്ക് വിശപ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് വിശപ്പല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിലിപ്പോൾ ഷുഗർ കൂടുതലായിട്ടുണ്ടാവും. ആ ലെവലിൽ കൂടുമ്പോൾ പക്ഷെ നമ്മുടെ സെല്ലിലേക്ക് എത്തുന്നില്ല. ആ ടൈമിൽ നമുക്ക് വിശപ്പ് എന്ന് തോന്നുന്നു. ഒന്ന് ഡയബറ്റിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വരുന്നത് തന്നെയാണ് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ്, നമ്മൾ ബ്ലഡിൽ ഷുഗർ ഉണ്ട് പക്ഷേ സെല്ലുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമുക്ക് എനർജിയും കിട്ടുന്നില്ല. എനർജി കിട്ടാത്തപ്പോൾ ബ്രെയിനൊരു സിഗ്നൽ പോകും. അപ്പോൾ നമുക്ക് വീണ്ടും വിശക്കുകയും ചെയ്യും, നമ്മൾ വീണ്ടും ഫുഡ് എടുത്ത് കഴിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ വീണ്ടും കൂടും, ഒരു സ്പൈക്ക് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുമ്പോൾ ഇൻസുലിൻ പ്രോപ്പറായിട്ട് നമ്മളെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയും ഈ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രോപ്പറായി യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എനർജി ലോ ആവുന്നു, അപ്പോൾ ഇൻസുലിൻ വർക്കാവുന്നില്ല, അപ്പം ഷുഗർ കൂടുന്നു. ഇതാണ് അവിടെയും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും ഇതിനൊരു കാരണമാവാം. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നു പക്ഷേ നമുക്കവിടെ എനർജി കിട്ടുന്നില്ല. കാർബോഹൈഡ്രേറ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഈ കണ്ടീഷനിലും ബ്രെയിനിന് കിട്ടുക, ഈ വ്യക്തിക്ക് വിശന്നുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കഴിക്കണം എന്നുള്ള സിഗ്നൽ തന്നെയാണ് ഇവിടെയും പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവായിട്ട് എടുക്കുന്നത്. പ്രോട്ടീൻ കുറയുന്ന സമയത്ത് നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ആ ബാലൻസ്ഡ് മീലെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് കഴിക്കുന്നത്. ഒരു 1 hour തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങും. എന്നാൽ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയബറ്റിസിലെ ബാലൻസ്ഡ് മീലിൽ പ്രോട്ടീൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നത്. പ്രോട്ടീനെ പോലെ തന്നെ നമ്മൾ ഫൈബർ കുറച്ചാണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഫൈബർ എന്ന് പറയുന്നത് ഡൈജഷനെ സ്ലോ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഫൈബർ കുറവായിട്ട് എടുക്കുമ്പോൾ ഡൈജഷൻ പെട്ടെന്ന് നടക്കും. ഡൈജഷൻ പെട്ടെന്ന് നടന്നാൽ എന്താ ഉണ്ടാവുക, ആ മുന്നേ കഴിച്ച ഫുഡിൻ്റെ ഇത് പോയില്ലേ, അപ്പോൾ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഫൈബറും നമ്മൾ കൂടിയ അളവിൽ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ള കാര്യമാണ് നമ്മുടെ ഉറക്കം എന്നുള്ളത്. ഉറക്കക്കുറവും നമുക്ക് ഈ വിശപ്പിന് കാരണമാവാം. നമ്മൾ ഉറക്കക്കുറവുണ്ടാവുമ്പോൾ ഈ ഹോർമോൺസും ഹങ്കർ ഉണ്ടാക്കുന്ന ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഗ്രലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹംഗ്രി ഹോർമോൺ അപ്പോൾ അവിടെ കൂടുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലെപ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഫുൾനെസ് ഹോർമോൺ, നമുക്ക് ഫുള്ളായി എന്ന് തോന്നുന്നത് ഈ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ ലെപ്റ്റിൻ ഹോർമോണിൻ്റെ അളവ് കുറയുകയും നമുക്ക് ഹങ്കർ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വിശപ്പും കൂടുതലായിട്ട് അവിടെ അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്ട്രെസ് ആങ്സൈറ്റി കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലവരെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക, അതും ചിലപ്പോൾ ജങ്ക് ഫുഡ് ആയിരിക്കാം, സ്വീറ്റ്സ് ആയിരിക്കാം, ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ് ഉള്ള സമയത്ത് ചോക്ലേറ്റ്സ് ഒക്കെ അധികമായിട്ട് കഴിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ ഡയബറ്റിസിനും കാരണമാവും. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്ട്രെസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യോഗാസും മെഡിറ്റേഷൻസും എപ്പോഴും പറയുന്നതാണ്. ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം ഈ ക്ഷീണത്തിൽ ചിന്തിക്കുക. നമ്മൾ ക്ഷീണത്തിൽ മാത്രമായിരിക്കില്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഇത് കാരണമാവാന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല അവിടെ. അതുകൊണ്ടാണ് ഈ ഒരു കാരണം എടുത്തു പറഞ്ഞത്. പിന്നുള്ളതാണ് ഡീഹൈഡ്രേഷൻ. ഇപ്പോഴൊക്കെ നല്ല വെയിലല്ലേ, നമുക്ക് ഒരുപാട് വെള്ളം വിയർപ്പായിട്ടും മൂത്രമായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാകുമ്പോൾ, ദാഹം ഉണ്ടാകുമ്പോൾ അത് ഒരു തരത്തിലെങ്കിലും ഹങ്കറായിട്ട് വിശപ്പായിട്ട് കൂടി തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പോൾ ബ്രെയിനിന് എന്താ പോവുക, ഈറ്റ് മോർ എന്നുള്ള സിഗ്നലാണ് പോവുക, കൂടുതൽ കഴിക്കൂ എന്നുള്ളത്. അപ്പോൾ വീണ്ടും കൂടുതൽ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ എന്നുള്ളതും നമുക്ക് വിശപ്പ് കൂടുതലാവാനുള്ള ഒരു കാരണമാവാം.
മരുന്നുകളും നമ്മുടെ വിശപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. ഡയബറ്റീസിൽ യൂസ് ചെയ്യുന്ന ചില മെഡിസിൻസ് എങ്കിലും വിശപ്പ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് കരുതി ഇന്ന് തന്നെ മെഡിസിൻ മാറ്റാമെന്ന് കരുതരുത്. എന്താണ് പ്രോപ്പർ കാരണം എന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ക്ഷീണത്തിനുള്ള കാരണം ഈ മരുന്നാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കലും ചെയ്യരുത്. ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാരണമാണ് ഹോർമോണൽ ഇംബാലൻസ്. നമ്മൾ ഇൻസുലിൻ, കോർട്ടിസോളൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ ചില ഡിസ്കഷൻസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ സ്ലീപ്പ് കുറയുമ്പോൾ ഈ കോർട്ടിസോളും ഒക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മുടെ വിശപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ കുറച്ച് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ എടുക്കുക. പ്രോട്ടീൻ റിച്ച് ആയ അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള മീൽ എടുക്കുക. മീൽസ് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീക്വൻറ്റ് ഗ്യാപ്പിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സമയത്ത് ഒരുപാട് കഴിക്കാതെ ഗ്യാപ്പ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 7 to 8 hours എങ്കിലും പ്രോപ്പറായിട്ട് ഉറങ്ങുക. 2.5 to 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. പിന്നെ മെഡിക്കേഷൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. എന്താണ് ഇതിനുള്ള റീസൺ, നമുക്ക് ഈ വിശപ്പ് ഉണ്ടാകുന്നതെന്നുള്ള റീസൺ കണ്ടുപിടിച്ചിട്ട് അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളാണിത് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നീ വീഡിയോയിൽ കുറച്ച് ഇൻഫർമേഷൻസേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാ തവണയും ഇപ്പോൾ ഒരാൾക്ക് വിശക്കുമെന്ന് പറയുമ്പോൾ അത് അയാളെ വിൽ പവറിൻ്റെ മാത്രം കാര്യമായിരിക്കില്ല. ചിലപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടായിരിക്കാം, നമ്മുടെ ഡയബറ്റിസ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടായിരിക്കും, ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ കാരണം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഡയബറ്റിസ് കൂടാം, അതുപോലെ വെയിറ്റ് കൂടാം, പല ബുദ്ധിമുട്ടുകളും ഫ്യൂച്ചറിൽ ഉണ്ടായിന്ന് വരാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.